മാർച്ച് 22 നോമ്പുകാലത്തിലെ 2-ാം ആഴ്ചയിലെ ശനിയാഴ്ച. ലൂക്ക 15 1 മുതൽ 3 വരെയും 11 മുതൽ 32 വരെയും വാക്യങ്ങൾ. ക്രിസ്റ്റഫർ യുവാൻ ഒരു അനുസരണയുള്ള നല്ല മകനായിരുന്നു. എന്നാൽ അവൻ മയക്കുമരുന്നിനും സ്വവർഗരതിക്കും ലൈംഗികതയ്ക്കും അടിമപ്പെട്ടപ്പോൾ അവൻ്റെ അമ്മ ആഞ്ചല സ്വയം കൊല്ലാൻ തീരുമാനിച്ചു. എന്നാൽ ഒരു പുരോഹിതൻ അവർക്ക് ദൈവസ്നേഹത്തെ വിവരിക്കുന്ന ഒരു ലഘുലേഖ നൽകി. ആഞ്ചല ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത ദൈവസ്നേഹത്തെക്കുറിച്ചായിരുന്നു അത് അവളുടെ ജീവിതം പൂർണ്ണമായും മാറ്റിമറിച്ചു. ക്രിസ്റ്റഫർ ലൈംഗികതയിലേക്കും മയക്കുമരുന്നിലേക്കും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്കും കൂടുതൽ ഓടിയപ്പോഴും മയക്കുമരുന്നിന് അടിമപ്പെട്ട തണുത്ത ഹൃദയനായ തൻ്റെ മകനെ രക്ഷിക്കാൻ ആഞ്ചല ദൈവത്തോട് പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. ആ ദൃഢനിശ്ചയമുള്ള അമ്മയുടെ കഠിനമായ വർഷങ്ങളോളം നീണ്ടുനിന്ന യാത്ര പിന്നീട് ക്രിസ്റ്റഫറിൻ്റെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. ഇതിനുശേഷം ക്രിസ്റ്റഫറും ആഞ്ചല യുവാനും ചേർന്ന് എഴുതിയ ഒരു പുസ്തകമാണ് ക്രിസ്റ്റഫർ യുവാൻ ഒരു വിദൂര രാജ്യത്ത് നിന്ന്. ക്രിസ്റ്റഫറിൻ്റെ തിരിച്ചുവരവിൻ്റെ കഥ മനോഹരമായി ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഇന്നത്തെ സുവിശേഷം ധൂർത്തപുത്രൻ്റെ പ്രസിദ്ധമായ കഥയാണ് നമുക്ക് നൽകുന്നത്. നമുക്കറിയാവുന്നതുപോലെ മകൻ പിതാവിനെ ഉപേക്ഷിച്ച ദിവസം മുതൽ പിതാവ് തൻ്റെ മകനെ അന്വേഷിക്കുകയായിരുന്നു. തൻ്റെ മകൻ റോഡിലൂടെ വരുമെന്ന് പ്രതീക്ഷിച്ച് അച്ഛൻ എല്ലാ ദിവസവും പുറത്തു പോയി. അതുപോലെ തന്നെ എല്ലാ ദിവസവും ദുഃഖിതനായി വീട്ടിലേക്ക് മടങ്ങി. ഓരോ ദിവസവും വിശ്വസ്തയോടെ അദ്ദേഹം കാത്തിരുന്നു. മകൻ്റെ തിരിച്ചുവരവായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ഒടുവിൽ വഴിയിൽ ഒരാൾ വരുന്നതായി പിതാവ് കാണുകയും അത് തൻ്റെ ഇളയ മകനാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ദിവസം വരുന്നു. ലൂക്കാ സുവിശേഷകൻ എഴുതുന്നു, ആ പിതാവ് അനുകമ്പയാൽ നിറഞ്ഞു. മകനെ കണ്ടയുടനെ പിതാവ് അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. ഉടനെ ധൂർത്തപുത്രന് മനസ്സിലായി തനിക്ക് ക്ഷമ ലഭിച്ചുവെന്ന്, തൻ്റെ പിതാവ് തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് അവൻ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ധൂർത്തപുത്രൻ്റെയോ ധൂർത്തപുത്രിയുടെയോ സ്ഥാനത്ത് നമ്മെ തന്നെ ഒന്ന് പ്രതീക്ഷിച്ച് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നാമും നമ്മുടെ ദൈവത്തിൻ്റെ ഭവനം ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ വഴിതെറ്റിപ്പോയിട്ടുണ്ട്. എന്നിട്ടും ദൈവം എപ്പോഴും നമ്മെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ തിരിച്ചുവരവ് കാക്ഷിക്കുന്നു. നമ്മുടെ വരവിനായി കാത്തിരിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നതിൽ നിന്ന് ഒരിക്കലും പിന്തിരിയുകയില്ല. ഇന്ന് കുറച്ച് സമയം നമുക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ അചഞ്ചലമായ സ്നേഹത്തിനും കരുതലിനും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. ഇതിലും വലിയൊരു സമ്മാനമില്ല. ദൈവം ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കില്ല. നമ്മൾ ഒരു നിശ്ചിത സമയത്തേക്ക് ദൈവത്തെ വിട്ടുപോകുമ്പോഴും നമ്മൾ തിരിച്ചു വരാൻ തീരുമാനിക്കുന്നതുവരെ ദൈവം ക്ഷമയോടെ നമ്മെ അന്വേഷിക്കും. തിരിച്ചു വരുമ്പോൾ ആഘോഷം ആരംഭിക്കും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ
Paulachan, CSSR from Kerala.